ഹായ് ഹലോ. ഇതൊരു മൺഡേ മോർണിംഗ് വ്ളോഗാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് വന്ന് നോക്കുമ്പോൾ രാത്രി കൊടുന്ന് വെച്ച സൺഫ്ലവറും അതുപോലെ വെളിച്ചെണ്ണയും സ്ലാവും ഉണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ചു. വെളിച്ചെണ്ണ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാൻ വിചാരിച്ചു. പിന്നെ രാവിലെ സാമ്പാർ വെക്കാനായിട്ട് കുക്കറൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു തുണിയോ എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ നമ്മളിത് ഒട്ടിച്ച് വെച്ച് വാൾപേപ്പറല്ലേ, അപ്പോൾ അത് ഉരുകിപ്പോവും. ഇങ്ങനെ നേരെ ഗ്യാസിലോട്ട് വന്നപ്പോൾ ഗ്യാസ് ഒരു ഭാഗം കത്തുന്നു, മറുഭാഗം കത്തുന്നില്ല. അങ്ങനെയായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കത്തിച്ച് വിട്ടു. അതിലോട്ട് നമ്മൾ കുക്കർ പരിപ്പും കൂടെ ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ചിട്ട് ഇതിട്ട് കൊടുക്കണം, നമ്മളെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇന്ന് വെച്ചത്. അല്ലാതെ നമുക്കെല്ലാം ഒരുമിച്ച് ഇടാം, പക്ഷെ പരിപ്പ് എനിക്ക് തോന്നുന്നു വേവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ദോശമാവ് എടുത്തിട്ടൊന്ന് കലക്കിയിട്ട് ഇന്നത്തേക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കണം. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലോട്ടും വെച്ചു. ഇന്നത്തേക്കുള്ള മാവിലേക്ക് നമ്മളിതാ സോഡാപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ദോശ ചുടാനാണ്. ഇന്ന് ഇഡലിയല്ല, ദോശയാണ് ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ദോശക്കല്ലും വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ഓരോരോ ദോശ ചുട്ടെടുക്കാം. മറു സൈഡിൽ നമുക്ക് ബാക്കി ജോലിയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ദോശ ഒന്ന് മറിച്ചിടാം. ഇന്നലെ ചപ്പാത്തി ചുട്ട കല്ലായിരുന്നു. ഇന്നലെ രാത്രി ചപ്പാത്തില്ല, രാവിലെ അരിപ്പത്തിരി ചുട്ട കല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ലേശം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ചോറ് സാധാ ചോറാണ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് അരി എടുത്തിട്ട് അതും ഒരടുപ്പിൽ വെച്ചു. ദോശയും ഒരടുപ്പിലാവുന്നുണ്ട്. നമ്മൾ ഈ ദോശക്കല്ലിൽ ദോശ തന്നെ ചുടാവും. വേറെ എന്തെങ്കിലും ചുട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചുടുമ്പോൾ ഇളകി പോരാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു എന്തെങ്കിലും ഒരു കരണ്ടിയോ ചട്ടകോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് പച്ചക്കറി അരിഞ്ഞ് വെച്ച് രാത്രി തന്നെ അരിഞ്ഞ് വെച്ചായിരുന്നു. അതെല്ലാം കൂടെ ഇട്ട് പിന്നെ കുക്കർ അടുപ്പത്തോട്ട് വെക്കണം. മസാലപ്പൊടിയും കായവും എല്ലാം കൂടെ ഇടണം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും അവർക്ക് കൊടുക്കാനുള്ള കട്ടൻ ചായയുടെ വെള്ളവുമാണ് ഒരുമിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതെടുത്തിട്ട് കുറച്ച് കട്ടൻ ചായ ഇട്ട് ബാക്കി വെള്ളം കുട്ടികൾക്ക് 2 ആൾക്കും കൊണ്ടുപോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തിട്ട് വേണം നമുക്കിനി കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാനായി. ഇപ്പോൾ മക്കൾക്ക് പാൽ ചായ കൊടുക്കലില്ല. അവർ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയ കാരണം പാൽ ചായ ഒരു നേരം കൊടുക്കും, വൈകിട്ട് കൊടുക്കും. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രം നന്നായിട്ട് വൃത്തിയായിട്ടാണ് സ്കൂളിൽ നിന്ന് കഴുകി കൊണ്ടുവരുന്നത്. എങ്കിലും രാത്രി ഞാനങ്ങനെ ചിലപ്പോൾ രാത്രി കഴുകി വെക്കും, ചിലപ്പോൾ രാത്രി കഴുകാൻ മടി പിടിച്ച ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ കിടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എനിക്കൊന്നും കഴുകി വെച്ചിട്ടില്ല. ഞാനതെടുത്ത് രാവിലെ തന്നെ കഴുകിയിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ തലേന്നാൾ കഴുകിയിട്ട് അത് ആ സ്റ്റാൻഡിൽ അവിടെ പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡിൽ അതിലവിടെ കഴുകി വെക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ സ്കൂളിൽ നിന്ന് കൊണ്ടുവരൽ, ഒരു കുഴപ്പമില്ല. പക്ഷെ രാവിലെ ഒന്ന് കഴുകണം, ഒന്നും കൂടെ കഴുകണം. ഇത്രയും വലിയ പാത്രങ്ങൾ മേടിച്ചത് ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ മക്കൾക്ക് നല്ല നമ്മുടെ വീട്ടിലത്തെ കണക്ക് പ്ലേറ്റിൽ ചോറ് കഴിക്കുന്ന അതേ ഫീലിൽ നമുക്ക് സ്കൂളിലോട്ടും ചോറ് കൊടുത്തു വിടാനും അവിടെ ഇരുന്നിട്ട് അവർക്കത് കഴിക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രം. അപ്പം ഞാൻ മേടിച്ചപ്പോഴേ ഉമ്മ ചോദിക്കേണ്ടത് എന്തിനാണ് ഇത്രയും വലിയ പാത്രം, കൊച്ചു കുട്ടികളല്ലേ. അപ്പോഴും ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഉമ്മ, എന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് നല്ല ഫുഡൊന്നും വെളിയിൽ പോവാതെ അവർക്ക് വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ്
ഇത് മേടിച്ചതെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഒരു പാത്രം. അങ്ങനെ രണ്ട് വലിയ ഹൈറ്റില്ല, നല്ല വലുപ്പം, നമ്മൾ പ്ലേറ്റില്ല അതേ കണക്കിലുള്ള രണ്ട് ചോറ് പാത്രം വാങ്ങിച്ചിരുന്നു. സ്കൂൾ തുറന്നപ്പോൾ ഞാൻ അതാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ഈ കുക്കർ എപ്പോഴും നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് പൊക്കി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ വലിയ അപകടമൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടൊന്ന് നമ്മൾ എപ്പോഴും കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ പൊക്കി നോക്കണം. അതിന് എയർ പോകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുപ്പിൽ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഇതാ മക്കൾ സ്കൂളിൽ പോകാൻ ഇറങ്ങി റെഡിയായി. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. ഇറങ്ങി അവരെ ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പറയുന്നു ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് രണ്ട് ഷോക്കെ കാണിച്ചു. പിന്നെ ഞാനിതാ മതിലിൻ്റെ മണ്ടയിലാണ്. അതെന്താണെന്ന് വെച്ചാൽ മോള് എപ്പോഴും എന്നും സ്കൂളിൽ പോകുമ്പോൾ മിസ്സിന് ആൻറ്റിക്ക് പൂ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് എപ്പോഴും വന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ അയൽവാസിയായൊരു വീട്ടിൽ പോയിട്ടാണ് അവൾ ചോദിച്ചത്. ചെമ്പരത്തിപ്പൂവാണ് ചോദിച്ചത്. ഞാൻ തന്നെ ചോദിച്ചത്, എനിക്ക് എന്തെന്നെയാണ് ഈ ചെമ്പരത്തിപ്പൂ? അപ്പോഴാണ് കാര്യം പറഞ്ഞത്. അങ്ങനെ പിന്നെ അവിടുന്ന് 2 റോസ് പൂ കൊടുത്തു. ഞാൻ നമ്മളെ റോസ് പൂ കായ്ച്ച് നിന്നായിരുന്നു. അതിന് നന്നായി വിരിഞ്ഞ് ഒന്ന് ഇതളൊക്കെ പോയി, ഒരെണ്ണം കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് പറിച്ചെടുത്തു, മോൾക്ക് കൊടുത്തു. അത് ഭയങ്കര മുള്ളാണ് കേട്ടോ, മുള്ള റോസ് പൂവല്ലേ. അപ്പോൾ ഞാനെങ്കിൽ കത്തിയെടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അതിൻ്റെ തണ്ട് ഇതാക്കി കൊടുത്തു, അവളെ കയ്യിൽ കൊടുത്തു. അങ്ങനെ വണ്ടി വരാൻ സമയമായി. മോനിതാ ബാഗ് ഫ്രണ്ടിലോട്ടിട്ട്, ഞാൻ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, നിൻ്റെ ബാഗ് നീ തന്നെ എടുക്കും, മോളത് ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞിട്ട് നേരെ വണ്ടി കയറാനായിട്ട് പോകണം. വണ്ടി വരുന്നുണ്ട്, ഹോണും കേൾക്കുന്നുണ്ട്. ഇനി നേരെ അവർ വണ്ടി കയറ്റി വിട്ടിട്ട് വന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് നേരെ പോയിട്ട് തേക്കിൻ്റെ ഇലയൊക്കെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൂത്തെടുക്കണം. പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് ബാക്കിയുള്ള ജോലികൾ ഫിനിഷ് ചെയ്യണം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, എത്രമാത്രം എടുക്കുന്നുള്ളൂ. വീഡിയോ ഇട്ടിട്ടൊന്നും വലിയ വ്യൂസൊന്നും ഇല്ല. എന്താ വെച്ചാൽ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് വലിയ വ്യൂസൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കിതാ വണ്ടി വന്നിട്ടുണ്ട്, മക്കളെ കയറ്റി വിട്ടു. ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോ ഒക്കെ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരെ പോന്നപ്പോൾ മറന്നുപോയി ഗേറ്റടക്കാൻ. അത് വീണ്ടും ഞാൻ തിരിച്ച് പോയിട്ട് ഗേറ്റൊക്കെ അടിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം.